സത്യം പറഞ്ഞാ ഇതൊരു തലവേദന തന്നെയാണല്ലേ. എത്ര ഗ്രാമർ ബുക്കുകൾ നോക്കിയാലും കൺഫ്യൂഷൻ കൂടുമെന്നല്ലാതെ ഒരു മാറ്റമുണ്ടാകില്ല. പക്ഷേ പേടിക്കേ വേണ്ട. ഇന്ന് നമ്മൾ ആ ഗ്രാമർ ബുക്കൊക്കെ അങ്ങ് മാറ്റിവെച്ചിട്ട് നല്ല നാടൻ രീതിയിൽ ഈ സംശയം ക്ലിയർ ചെയ്യാൻ പോവുകയാണ്. ഇതിന്റെ ഒരു വലിയ രഹസ്യം എന്താണെന്ന് നിങ്ങൾക്കറിയണോ? അത് വളരെ സിമ്പിളാണ്. വിഷയം, പിന്നെ ആ വിഷയത്തിലെ ഹീറോ. അതെ, ഈ ഒരൊറ്റ ഐഡിയ മാത്രം മതി നമുക്ക് വാ ഗാ കൺഫ്യൂഷൻ എന്നേക്കുമായിട്ട് മാറ്റാം. അപ്പോൾ ഓർത്തു വെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. വാ എന്ന് പറയുന്നാൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം, അതായത് ടോപ്പിക് എന്താണെന്ന് പരിചയപ്പെടുത്തുന്നു. ഓക്കെ, ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇതിനെപ്പറ്റിയാണ് എന്ന് പറയുന്ന പോലെ. പക്ഷെ ഗാ അങ്ങനെയല്ല. ഗാ ആ വിഷയത്തിലെ ഹീറോയെ, ആക്ഷൻ ചെയ്യുന്ന ആളെ കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കും. ദാ ഇയാളാണ് ആള് എന്ന് ഉറപ്പിച്ചു പറയുന്ന പോലെ. ശരി, അപ്പൊ നമുക്ക് തുടങ്ങാമല്ലേ? ആദ്യം തന്നെ നമുക്ക് ടോപ്പിക്ക് സെറ്റ് ചെയ്യുന്ന ആളെ പരിചയപ്പെടാം. അതായത് വാ. എങ്ങനെയാണ് വാ ഒരു സംഭാഷണത്തിന് സ്റ്റേജ് ഒരുക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. വായുടെ പ്രധാന പണി എന്താണെന്ന് വെച്ചാൽ ഒരു പൊതുവായ വിഷയം അവതരിപ്പിക്കുക, അത്രമാത്രം. ഇവിടെ നമ്മൾ ആരെയും പ്രത്യേകിച്ചു എടുത്തു പറയുകയോ കമ്പയർ ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. ഇതിനെക്കുറിച്ചാണ് സംസാരം എന്നൊരു കോണ്ടെക്സ്റ്റ് സെറ്റ് ചെയ്യുന്നു. ദാറ്റ്സ് ഇറ്റ്. ഒരു ഉദാഹരണം നോക്കിയാലോ? വതാശി വ ഗാക്കുസേദേസ്. ഇവിടെ വതാശി എന്ന് പറഞ്ഞാൽ ഞാൻ. അപ്പോ ഞാൻ എന്നതാണ് ഇവിടുത്തെ ടോപ്പിക്. എന്നെപ്പറ്റി ഒരു സാധാരണ കാര്യം പറയുന്നു. അതിന്റെ ഒരു ശരിക്കുള്ള അർത്ഥം എന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാനൊരു വിദ്യാർത്ഥിയാണ് എന്നാണ്. കണ്ടില്ലേ, വളരെ സിമ്പിൾ. ഇതാ അതുപോലത്തെ വേറൊരെണ്ണം. രാമൻ വ ഒയ്ഷീദസ്. ഇവിടുത്തെ വിഷയം എന്താ? തീർച്ചയായും രാമൻ എന്ന ഫുഡാണ്. നമ്മൾ രാമനെ പറ്റിയൊരു ജനറൽ അഭിപ്രായം പറയുന്നു. രാമൻ നല്ല രുചിയുള്ളതാണ് എന്ന്. ഇവിടെയും ഒരു പൊതുവായ പ്രസ്താവന മാത്രം. ഓക്കെ, അപ്പോൾ ടോപ്പിക്ക് സെറ്റ് ചെയ്യുന്ന ആളെ നമ്മൾ കണ്ടു. ഇനി ആര് വരും? യെസ്, നമ്മുടെ ഹീറോ. ഗാ എന്ന പാർട്ടിക്കിൾ. ഗാ വരുമ്പോൾ സ്പോട്ട്ലൈറ്റ് നേരെ ആ ഹീറോയുടെ മുകളിലേക്ക് വരും. അതെ, ഗായുടെ പണി ഒരാളെ അല്ലെങ്കിൽ ഒരു സാധനത്തിനെ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യുക എന്നതാണ്. സാധാരണയായിട്ട് ആര് അല്ലെങ്കിൽ എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ഗാ വരുന്നത്. നമ്മുടെ മലയാളത്തിൽ ആണ് എന്ന് ഊന്നി പറയില്ലേ, അവനാണ് ചെയ്തത് എന്നൊക്കെ. ആ ഒരു ഫീലാണ് ഗാക്കി. ഇവൻ തന്നെ, വേറൊരാളുമല്ല എന്നൊരു ഭാവം. ഒന്നാലോചിച്ചു നോക്കൂ. ഒരു കൂട്ടം ആൾക്കാർ നിൽക്കുന്നു. നിങ്ങൾ ചോദിക്കുകയാണ്, ഇവരിൽ ആരാണ് ഡോക്ടർ? അപ്പോ ഉത്തരം വരുന്നു, അനുഹിത്തോഗ ഇഷാദെസ്. അതായത് ആ നിൽക്കുന്നയാളാണ് ഡോക്ടർ. കണ്ടോ ആ ഗാ ചെയ്തത്? അവിടെയുള്ള വേറെ ആരുമല്ല. കൃത്യമായി ആ ആളെ തന്നെ പോയിന്റ് ചെയ്തു പറയുന്നു, അയാളാണ് ഡോക്ടറെന്ന്. അതാണ് ഗായുടെ പവർ. ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ഉദാഹരണമാണ്. വതാശി ഗാ യാരിമാഷ്ത. എപ്പോഴാണ് നമ്മളിത് പറയാ? ആരെങ്കിലും ചോദിക്കുന്നു, ആരാണിത് ചെയ്തത്? അപ്പൊ നിങ്ങൾ ഏറ്റുപറയുകയാണ്, ഞാനാണത് ചെയ്തത്, വേറെ ആരുമല്ല, ആ ഉത്തരവാദിത്തം എനിക്കാണെന്ന് ഉറപ്പിച്ചു പറയുന്നു. ഗാ ആ ഉത്തരവാദിത്തം കൃത്യമായി ഒരാളിൽ ഏൽപ്പിക്കുന്നു. ഓക്കെ, അപ്പൊ വാ എന്താണെന്നും ഗാ എന്താണെന്നും നമ്മൾ ഒറ്റയ്ക്ക് കണ്ടു. ഇനി ഏറ്റവും രസകരമായ ഭാഗം. ഇവർ രണ്ടും ഒരേ സെന്റൻസിൽ ഒരുമിച്ച് വന്നാൽ എന്ത് സംഭവിക്കും? ഇത് നമുക്കൊരു സിനിമ കാണുന്ന പോലെ തന്നെ ഓർത്തുവയ്ക്കാം. സത്യം പറഞ്ഞാൽ ഈ ഒരൊറ്റ വാക്യം പഠിച്ചാൽ മതി. വായും ഗായും തമ്മിലുള്ള ബന്ധം മുഴുവനായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. ശ്രദ്ധിച്ചു കേൾക്കണേ. സോവ ഹനഗ നഗൈദെസ്. നമുക്കീ സിനിമയൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്താലോ? ആദ്യം സോവ. ഇതാണ് നമ്മുടെ സിനിമയുടെ ടോപ്പിക്, അതായത് ആന. ഓക്കെ, ആനയെപ്പറ്റിയാണ് കഥ. എന്നിട്ട് ക്യാമറ സൂം ചെയ്യുന്നു. എങ്ങോട്ടേക്ക്? ഹനാഗ, അതായത് തുമ്പിക്കൈയിലേക്ക്. അതാണ് നമ്മുടെ ഹീറോ. ആനയ്ക്ക് ഒരുപാട് ഭാഗങ്ങൾ ഉണ്ടെങ്കിലും ഇവിടുത്തെ ഹീറോ തുമ്പിക്കൈയാണ്. എന്നിട്ട് ആ ഹീറോയെപ്പറ്റി എന്തു പറയുന്നു? നഗായിദിസ്, നീളമുള്ളതാണെന്ന്. അപ്പോ ഈ സീന് മുഴുവനായിട്ട് എങ്ങനെ വരും? ആനയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അതിന്റെ തുമ്പിക്കൈയാണ് നീളമുള്ള ഭാഗം. അല്ലെങ്കിൽ നമ്മുടെ സംസാരഭാഷയിൽ പറഞ്ഞാല് ആനയ്ക്ക് തുമ്പിക്കൈക്കാണ് നീളം. കിട്ടിയില്ലേ ആ പോയിന്റ്? ആ ആഹാ മൊമെന്റ്. വാ വിഷയം സെറ്റ് ചെയ്തു. ഗ അതിലെ ഹീറോയെ എടുത്തു കാണിച്ചു. ഇത് നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഓർത്തിരിക്കാനുള്ള കുറച്ച് നാടൻ ടിപ്പുകൾ കൂടി തരാം, ഒരു ചീറ്റ് ഷീറ്റ് പോലെ. ശരി, ഇനി ഏത് സാഹചര്യത്തിൽ ഏതുപയോഗിക്കണമെന്ന് നോക്കാം. ഒരു സംഭാഷണം തുടങ്ങുകയാണോ? ഒരു പൊതുവായ വിഷയമാണോ? ധൈര്യമായി വാ ഉപയോഗിച്ചോളൂ. പക്ഷേ ആരെങ്കിലും ആര്, എന്ത് എന്ന് ചോദിച്ചാലോ? അപ്പോ ഹീറോയിനെ ചൂണ്ടിക്കാണിക്കാൻ ഗാ വേണം. ഇനി രണ്ട് കാര്യങ്ങൾ താരതമ്യം ചെയ്യുമ്പോൾ, ഞാൻ ചായ കുടിക്കും പക്ഷേ കാപ്പി കുടിക്കില്ല എന്നൊക്കെ പറയാൻ വാ ആണ് ബെസ്റ്റ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം,
വേണം, കഴിയും, ഉണ്ട്, ഇഷ്ടമാണ് എന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും ഗായാണ് ഉപയോഗിക്കേണ്ടത്. ഉദാഹരണത്തിന് ഒക്കാനെഗ ഹോഷി, അതായത് എനിക്ക് പണം വേണം. അപ്പോ അവസാനം ഓർത്തിരിക്കാൻ ഇത്രയുള്ളൂ. വാ എന്നു പറയുന്നത് ഒരു സ്റ്റേജ് ഒരുക്കി സംഭാഷണത്തിന് തുടക്കമിടുന്നു. ഗാ എന്നു പറയുന്നത് ആ സ്റ്റേജിലേക്ക് കേറിവന്ന് ആക്ഷൻ കാണിച്ച് എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റുന്ന സൂപ്പർ സ്റ്റാർ ഹീറോ ആണ്. എങ്ങനെയുണ്ട്? ഇപ്പൊ ക്ലിയറായില്ലേ? ആരാണ് വിഷയം, ആരാണ് ഹീറോ എന്ന് കൃത്യമായിട്ട് മനസ്സിലായില്ലേ? ഇനി ജാപ്പനീസ് സംസാരിക്കുമ്പോൾ വാ, ഗാ കാണുമ്പോൾ ആരാണ് ഹീറോ എന്ന് കണ്ടുപിടിക്കാൻ ഒരു സംശയവും വരില്ല, അല്ലേ?